പെരിയാർ ഗവൺമെൻറ് UP സ്കൂള് ജില്ലയിലും സംസ്ഥാനത്തും അറിയപ്പെടുന്ന ഒരു സ്കൂളാണ്. തോട്ടം തൊഴിലാളികളുടെ മക്കൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. 5, 6, 7 ഇൻഡിവിജ്വൽ UP സ്കൂളാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. തമിഴ്, മലയാളം, ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകളിലായിട്ട് കുട്ടികൾ ഇവിടെ പഠിക്കുന്നു. വളരെ ഇന്നൊവേറ്റീവായ പ്രവർത്തനങ്ങൾ നമ്മൾ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു സ്കൂളാണ്. ഇന്ന് നമ്മുടെ ആൽഫ ഒമേഗ ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിൽ നിന്നും കുട്ടികൾക്ക് ഈ പാവപ്പെട്ട തോട്ടം തൊഴിലാളികളുടെ മക്കൾക്ക് നോട്ട് പുസ്തകം കൊണ്ടുവന്ന് മുഴുവൻ കുട്ടികൾക്കും ഒരു കുട്ടിക്ക് 6 നോട്ട് വീതം കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രവർത്തനം വളരെ മികച്ച ഒരു പ്രവർത്തനമാണ്, എടുത്തു പറയേണ്ട ഒരു പ്രവർത്തനമാണ്. ഈ തോട്ടങ്ങളെല്ലാം പൂട്ടിക്കിടക്കുന്ന ഈ സമയത്ത് ശമ്പളം കിട്ടാതെ രക്ഷകർത്താക്കൾ കഷ്ടപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തെ ഇങ്ങനെ ഒരു സഹായം ചെയ്തു തന്നത് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. എല്ലാവർക്കും ആൽഫ ഒമേഗ ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിലെ മുഴുവൻ അംഗങ്ങൾക്കും അതിൻ്റെ ചെയർമാൻ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ജോഷി അവർക്കും ആത്മാർത്ഥമായ നന്ദി സ്കൂളിൻ്റെ പേരിൽ രേഖപ്പെടുത്തിക്കുന്നു. വിജയുടെ അയ്യോ എന്നാ ഡാൻസ് ആയിരുന്നു. ബസ് സ്റ്റാൻഡിൽ വെച്ച് പാലത്തെ വെച്ച് മറ്റേ ചെറുപ്പക്കാരൊന്നും പറഞ്ഞ തമിഴ്നാട്ടിൽ മാറ്റം വന്നുണ്ടോ? തമിഴ്നാട്ടിൽ നിന്നുള്ളതല്ല, ഈ മൊത്തത്തിൽ ഭരണത്തിനെ ഈ മിനിമം മത്സരിക്കുന്നതിനൊരു യോഗ്യത അത് വേണം. അതുപോലെ ഇത്ര ഏജ് കഴിഞ്ഞാൽ പിന്നെ മത്സരിക്കാൻ പാടില്ല. അവിടെ ചെറുപ്പക്കാരെയും കൊണ്ടിട്ട് വിദ്യാഭ്യാസം ഉള്ളവരെയും കൊണ്ടിട്ട് 70 വയസ്സ് മാക്സിമം വെക്കണം. അതിന്റെ അപ്പുറത്തോട്ടുള്ള ഒരാളെ പഠിച്ചോണ്ടിരുന്നപ്പോ ഇവിടെ കുറെ പാട്ടിമാര് കാണും. അവിടുന്ന് മുട്ടായി മേടിച്ച് തന്നിട്ട് അങ്ങനൊരു കാലമായിരുന്നു. ഈ ഓട്ടോ അങ്ങ് പറഞ്ഞു വിടാം. അതിനോട് വിശക്കുന്നില്ലേ? എനിക്ക് വിശക്കുന്നു. ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ലെന്ന്. ഒരു ബോണ്ട തന്നുകൊണ്ടാണ് ശാലം പിടിച്ചു തന്നെ. ആ പള്ളിയുടെ പേരെന്നാ? ഏതാ അത്? അപ്പുറം അക്കരെ CSI പള്ളി. CSI പള്ളി. അത് ഞാൻ പോകുന്ന പള്ളി, സജി പോകുന്ന പള്ളി അക്കരയല്ലേ? 62. അത് തന്നെ 60. അത് ടീ ഫാക്ടറി വല്ലോ ചെയ്യുമ്പോ പള്ളി കെട്ടുന്നതാ. പള്ളി സാഹിബിന്റെ കാര്യത്തല്ലോ. അതിന്റെ ഭാഗമാ നിക്കുന്നല്ലേ? അതെ അതെ. പെരിയാർ ഗവൺമെൻറ് UP സ്കൂള് ജില്ലയിലും സംസ്ഥാനത്തും അറിയപ്പെടുന്ന ഒരു സ്കൂളാണ്. തോട്ടം തൊഴിലാളികളുടെ മക്കൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. 5, 6, 7 ഇൻഡിവിജ്വൽ UP സ്കൂളാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. തമിഴ്, മലയാളം, ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകളിലായിട്ട് കുട്ടികൾ ഇവിടെ പഠിക്കുന്നു. വളരെ ഇന്നൊവേറ്റീവായ പ്രവർത്തനങ്ങൾ നമ്മൾ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു സ്കൂളാണ്. ഇന്ന് നമ്മുടെ ആൽഫ ഒമേഗ ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിൽ നിന്നും കുട്ടികൾക്ക് ഈ പാവപ്പെട്ട തോട്ടം തൊഴിലാളികളുടെ മക്കൾക്ക് നോട്ട് പുസ്തകം കൊണ്ടുവന്ന് മുഴുവൻ കുട്ടികൾക്കും ഒരു കുട്ടിക്ക് 6 നോട്ട് വീതം കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രവർത്തനം വളരെ മികച്ച ഒരു പ്രവർത്തനമാണ്, എടുത്തു പറയേണ്ട ഒരു പ്രവർത്തനമാണ്. ഈ തോട്ടങ്ങളെല്ലാം പൂട്ടിക്കിടക്കുന്ന ഈ സമയത്ത് ശമ്പളം കിട്ടാതെ രക്ഷകർത്താക്കൾ കഷ്ടപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തെ ഇങ്ങനെ ഒരു സഹായം ചെയ്തു തന്നത് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. എല്ലാവർക്കും ആൽഫ ഒമേഗ ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിലെ മുഴുവൻ അംഗങ്ങൾക്കും അതിൻ്റെ ചെയർമാൻ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ജോഷി അവർക്കും
ആത്മാർത്ഥമായ നന്ദി സ്കൂളിൻ്റെ പേരിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. സാറിൻ്റെ പേര് പറഞ്ഞില്ല? എൻ്റെ പേര് ST രാജ്. ഞാനും ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഞാൻ 16 വർഷം ഈ സ്കൂളിൽ അധ്യാപകനായിരുന്നു. ഇപ്പോൾ 8 വർഷമായി HM ആയിട്ടിരിക്കുന്നു. സാറ് HM ആയതിനു ശേഷം ഇവിടെ ചരിത്രപരമായ മാറ്റങ്ങൾ സ്കൂളിലുണ്ടായെന്ന് ഞാൻ വന്ന ഏതാനും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പറഞ്ഞു കേട്ടറിഞ്ഞു. അതിനകത്തൊരു ഉണ്ടായ പ്രേരണ എന്തായത് ഞാൻ ഈ സ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്. ഞാൻ ഇപ്പം ജോഷൂട്ടി അടക്കം ഞങ്ങൾ പഠിക്കുമ്പം ഞങ്ങൾക്കിവിടെ ഫ്രീ പാഠപുസ്തകവുമില്ല, ഇങ്ങനെയുള്ള നോട്ട് പുസ്തകങ്ങൾ ആരും തരുന്നില്ല, ബാഗുകളില്ല, അതുപോലെ തന്നെ ഉച്ചഭക്ഷണമില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. ഈ ഒരു കാലഘട്ടത്ത് ആണ് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇവിടെ പഠിച്ചത്. എന്നാൽ ഇന്ന് അതെല്ലാം കൊടുക്കുന്നുണ്ട്. ഗവൺമെൻറ് പാഠപുസ്തകം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, ഉച്ചഭക്ഷണം കൊടുക്കുന്നു, പ്രഭാത ഭക്ഷണം കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും യൂണിഫോം കൊടുക്കുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ബേസിക്കായ അടിസ്ഥാനപരമായ ചില ബുദ്ധിമുട്ടുകൾ, ചില കഷ്ടപ്പാടുകൾ കുട്ടികൾക്ക് ഇതുവരെ മാറിയിട്ടില്ല. അപ്പം ഞങ്ങൾ പഠിക്കുമ്പം കിട്ടാത്ത ചില സൗകര്യങ്ങളെല്ലാം ഇപ്പോഴും പഠിക്കുന്ന കുട്ടികൾക്ക് ഞങ്ങൾ ഈ ഒരു നിലവാരത്തിലെത്തി അവർക്ക് നമ്മളെക്കൊണ്ടാകുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ചെയ്യുന്നു. ഇതുപോലുള്ള നല്ല മനസ്സുള്ള ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ കുറേ പേര് സഹായിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ ഗവൺമെൻറ്റിനെ മാത്രം ആശ്രയിക്കാതെ ഇങ്ങനെയുള്ള സഹായങ്ങളെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് അത് എത്തിച്ച് കുട്ടികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അനുഭവങ്ങളാണ് നമ്മുടെ വഴികാട്ടി അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ തോട്ടം മേഖലയിൽ ലയങ്ങളിലെല്ലാം ഞങ്ങൾ പെട്ട കഷ്ടപ്പാടുകളെല്ലാം ആണ് ഞങ്ങളെ ഈ ഒരു തരത്തിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുന്നതും ഇതുപോലെ മറ്റുള്ളവർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും അത് തന്നെയാണ്. കുട്ടികളുടെ ഇപ്പോഴത്തെ നിലവാരം? കുട്ടികൾ നല്ല കുട്ടികളാണ്. എൻ്റെ സ്കൂളിലെ കുട്ടികൾ നല്ല കുട്ടികളാണ്, മിടുക്കരാണ്. നമ്മൾ ഒരു UP സ്കൂളാണ്. ഞങ്ങൾ സംസ്ഥാന ദേശീയ തലത്തിൽ സ്പോർട്സിന് വരെ പങ്കെടുത്ത സ്കൂളാണ്. നമ്മുടെ സ്കൂളിലെ കരിക്കുലം SCERT അംഗീകരിച്ച പ്രധാനപ്പെട്ട പഠന പ്രോജക്റ്റുകൾ ദേശീയ തലത്തിൽ സൈറ്റിലൊക്കെ ഉണ്ട്. അങ്ങനെ നല്ല മികച്ച സ്കൂളാണ്. സ്പോർട്സും കലാപരമായും കായികപരമായും എല്ലാം മികച്ച കുട്ടികളാണ്. അപ്പോൾ ഇനി നമ്മുടെ സ്കൂളും സാറിൻ്റെ ഇനി ആ സ്കൂളിനോടുള്ള ഉയരങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള അഭിവാജ്ഞ അതെല്ലാം കൂടുതലായിട്ട് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ നമുക്ക് ചെറിയൊരു അഭിമുഖം തന്നെ വളരെ നന്ദി. നന്ദി. കെട്ടിടം ഇങ്ങനെ വളരെ മോശമായി കിടക്കുകയാണ്. പണ്ട് രാജനും ഞാനും എല്ലാം ഇവിടെ പഠിക്കുമ്പോൾ, ജോഷി ഇവരെല്ലാം ഇവിടെ പഠിക്കുമ്പോൾ ഇട്ടിരുന്ന ആസ്ബസ്റ്റോസ് ഇങ്ങനെ വളഞ്ഞു കിളിഞ്ഞിരിക്കുന്നു, എപ്പം വേണേലും നിലംപൊത്തും, ദയവായി ഒന്ന് നന്നാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ ശാന്തിക ആദ്യം പ്രോജക്റ്റ് വെച്ചത് ഈ കെട്ടിടത്തിനാണ്. നോക്കണം, ഈ സീലിംഗ് എല്ലാം ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട് ഇവിടെ. ഈ കെട്ടിടം അന്ന് പെയിന്റ് ചെയ്തതാണ്, അതിപ്പോഴും അങ്ങനെയുണ്ട്. ഇത് ഞങ്ങൾ പെയിന്റ് ചെയ്യാനായിട്ട് ഇരിക്കുക. ഞങ്ങളുടെ പാരൻസ് കുറച്ച് പേര് അതിന് വില്ലിംഗ് ആണ്, ഇത് പെയിന്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മളിങ്ങനെ സൗകര്യമായി പരിപാടികളെല്ലാം നടത്തുന്നതിന് കാരണമേ തിരുമതി ശാന്തി ഹരിദാസ് സംഘടന. അപ്പോൾ അതുമാതിരി അത് കഴിഞ്ഞ് വന്ന പലരും ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും ഗ്രാമപഞ്ചായത്തിൽ നിന്ന് നിറയെ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്തത് மட்டுமல்ல, നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ, നമ്മുടെ മുன்னாள் மாணவர்கள் ரொம்ப சந்தோஷத்தோட பல കാര്യങ്ങളും நம்ம பள்ளிக்கூடத்துக்காக செய்தாராங்க. அப்போ ஈவன் டீச்சர்ஸ் கூட இந்த ഫ്രെയിം அந்த വർക്കിൽ ഇല്ല. പക്ഷേ ഈ ഫ്രെയിം ചെയ്തത് ഞങ്ങളുടെ സ്കൂളിലെ ഒരു ടീച്ചറാണ്. ടീച്ചർ ഒന്ന് അശ്വതി ടീച്ചർ ടീച്ചർ സന്തോഷത്തോടെ ഞാൻ ചെയ്തു തരാമെന്ന്. ഇവിടെ ടീച്ചേഴ്സ് ഈ മാസം 2000 രൂപ വീതം പൈസ തിരിച്ചിട്ടുണ്ട്. പല കാര്യങ്ങൾക്ക് സ്കൂളിലെ അത് പറയാൻ കാരണം, സ്കൂൾ തുറക്കുന്ന മുമ്പ് ഞാൻ അക്കാര്യം ചോദിച്ചു, ഇതൊന്ന് ക്ലീനിങ് ചെയ്തു തരാൻ ഒന്ന് തൊഴിലുറപ്പുകാരെ എനിക്കൊന്ന് വേണം. അക്കാ പറഞ്ഞു അതിനുള്ള ഒരു ഉത്തരവും ഇതുവരെ വന്നിട്ടില്ല, അപ്പം എങ്ങനെയെങ്കിലും നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമോ? അപ്പൊ ടീച്ചേഴ്സിനോട് ഞാൻ പറഞ്ഞപ്പോൾ അവരെ 2000 രൂപ അധികം ഞങ്ങൾ എടുക്കാം, ഇവിടുത്തെ മുഴുവൻ പണിയും ഞങ്ങൾ ചെയ്യാം എന്ന് അധ്യാപകർ ഏറ്റെടുത്തു. അതുപോലെ നിരവധി പ്രവർത്തനങ്ങൾ അധ്യാപകരുടെ ഭാഗത്തുനിന്ന്. ഇവിടെ ഒരു ക്രിയേറ്റീവ് കോർണർ ഉണ്ട് നമുക്ക്, അതായത് തൊഴിൽ പഠിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിന് SSK വന്ന ഒരു മുറി ചോദിച്ചതിനോട് ഞാൻ ഒരു മുറി കാണിച്ചു കൊടുത്തു. അവർ പറഞ്ഞു ഈ മുറി പറ്റത്തില്ല, കാരണം ടൈൽസ് ഇല്ല, ജനലൊന്നും നല്ല രീതിയിലില്ല, ഡോർ നല്ല രീതിയിലില്ല. കാരണം ഞങ്ങൾ 15 ലക്ഷം രൂപ സാധനം കൊണ്ടുവന്ന് അവിടെ വെക്കുന്നത്.
അത് അടച്ചുപൂട്ടിയ നല്ലൊരു മുറി ആയിരിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് ആ പദ്ധതി വിടാനും താല്പര്യമില്ല, എങ്ങനെയെങ്കിലും തോട്ടം മേലെ കുട്ടികൾക്ക് അത് കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് തന്നെ ടൈൽ ഇടണം, ഇതെല്ലാം ഒന്ന് ഈ കഥകളെല്ലാം വൃത്തിയാക്കണം എന്ന് ഞാൻ ശ്രീകുട്ടനെ വിളിച്ചു. എനിക്ക് ഇപ്പം തന്നെ വന്ന് എസ്റ്റിമേറ്റ് എടുത്തു തരണം എന്ന്. ശ്രീകുട്ടൻ വന്ന ഉടനെ എസ്റ്റിമേറ്റ് ഒരു 50,000 എസ്റ്റിമേറ്റ് എടുത്തു തന്നു. സാറേ ഇത്രയാവും എന്ന് പറയുന്നു. ടീച്ചേഴ്സുമായി ആലോചിച്ചിട്ട് ടീച്ചേഴ്സ് പറഞ്ഞു ഞങ്ങൾ പൈസ തരാം, നമ്മൾ ആ പ്രോജക്റ്റ് വേണ്ട, നമ്മളത് ചെയ്യാമെന്ന് പറഞ്ഞു. ആ ഒരു ക്രിയേറ്റീവ് ഓർമ്മ ഞങ്ങളുടെ ഇന്ന് നമ്മുടെ സ്കൂളിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്ക് ഏറെ പ്രയോജനപ്പെടുന്നു. ഇങ്ങനെ നിരവധിയായ നല്ല പ്രവർത്തനങ്ങൾ. നിങ്ങൾ കയറി വരുമ്പം ആ കവാടം അതിൽ ഗവൺമെന്റ് യു പി സ്കൂളിൽ നിന്ന് എഴുതിയിട്ടുണ്ട്. ആ കവാടം നിർമ്മിച്ചതും 50,000 രൂപ PTA അവാർഡ് കിട്ടി നമുക്ക് ഗവൺമെന്റിൽ നിന്നും. പക്ഷേ 2 ലക്ഷം രൂപ ആയി. അതും ശ്രീകുട്ടം പണിതതാണ്. അതും സഹായിച്ചതെല്ലാം നിങ്ങളെപ്പോലെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളും എൻ്റെ സുഹൃത്തുക്കളുമാണ് അത് സഹായിച്ചത്. ഇങ്ങനെ നമ്മൾ എല്ലാവരോടും പോയി ഇങ്ങനെ ചോദിച്ച് ഈ സ്കൂളിൽ ഇങ്ങനെ നമ്മളെല്ലാവരും, അതിൻ്റെ കാരണം ടീച്ചേഴ്സാണ്. ടീച്ചേഴ്സും ഇവിടുത്തെ PTA ഒറ്റക്കെട്ടായി എന്തുകൊണ്ട് ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ തീർച്ചയായും നിങ്ങളിപ്പം ഞങ്ങളുടെ കൂടെ ഈ ഒരു സഹായത്തിനും നല്ല കാര്യം വരും കാലങ്ങളിൽ ഈ കുട്ടികൾ, ഈ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ നിങ്ങളും നല്ല മനസ്സ് കാണിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട്. അതിന് ആദ്യമായി HM എന്ന പേരിൽ ഞാനും എൻ്റെ അധ്യാപകരും PTA കുട്ടികളും ആത്മാർത്ഥമായ നന്ദി ഈ ആൽഫ ഒമേഗ ഇന്റർനാഷണൽ മിനിസ്ട്രി അവർക്ക് ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സ്കൂളുകളിൽ നാട്ടുകാരെല്ലാം ആശയട്ടെ, അതെല്ലാം വാങ്ങിച്ച് ഞാൻ ഇതെല്ലാം കൂടി വിനിയോഗിക്കാം. എന്നാൽ എൻ്റെ വകയായിട്ട് ഞാൻ ഒരു മുട്ടസൂചി പോലും വാങ്ങിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നാട്ടുകാർ സഹായിക്കത്തില്ല അല്ലേ? ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് പല സ്കൂളുകളിലും ഒരു സഹായവും നാട്ടുകാരും സാമൂഹ്യ പ്രവർത്തകരും ചെയ്യാത്തതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് അറിയാമോ? പൂജാരി കാശിടത്തില്ല, അതുകൊണ്ടാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി അഭിമാനത്തോടുകൂടി എവിടെ ചെന്നാലും തല ഉയർത്തിക്കൊണ്ട് പറയാൻ കഴിയും, ഇവിടെ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും ആദ്യമേ ഭണ്ഡാരത്തിലേക്ക് അല്ലെ തട്ടിലേക്ക് കാശിടുന്നത് ഇവിടുത്തെ പ്രഥമ അധ്യാപകരുമാണ്. അവരിൽ നിന്നുള്ള വിശ്വാസവും അവർ ചെയ്യുന്ന പ്രവർത്തനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ ചൈൽഡ് വെൽഫെയർ സൊസൈറ്റിയിലെ ജോസാറാവട്ടെ, ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാകട്ടെ, ശ്രീ ജോസി അടക്കമുള്ള ആളുകളുടെ സഹായ ഹസ്തങ്ങളാകട്ടെ, മറ്റ് നാനാ മേഖലകളിലും എന്തിന് അമേരിക്കയിൽ നിന്നടക്കം ലണ്ടനിൽ നിന്നടക്കമുള്ള ആളുകൾ ഇവിടെ വന്ന് നമ്മളെ സഹായിക്കുന്നത്, കണ്ണു കാണാത്ത കുട്ടികളുടെ ഒരു ടീം ഇവിടെ വന്ന് അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ചെറിയ ആളിൽ കിട്ടുന്ന വേതനത്തിന്റെ ഒരു പങ്ക് നിങ്ങൾക്ക് മെഡിക്കൽ സഹായത്തിനായി തരുന്ന അടക്കമുള്ള കാര്യങ്ങൾ വെറുതെയാണ് തരുന്നത് അല്ല അല്ലേ? ഇവിടെ കൃത്യമായി വിനിയോഗിക്കപ്പെടും എന്നതുകൊണ്ടും ആ വിനിയോഗത്തിൽ ഒരു പങ്ക് ഇവിടുത്തെ ജീവനക്കാരായ മുഴുവൻ പേരുടെയും സഹായം ഉണ്ടാകും എന്നതുകൊണ്ടാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ മാതൃകാ പ്രവർത്തനം സംഘടിപ്പിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് തുടർന്നും നിങ്ങളുടെ ഈ സേവനം മറ്റുള്ള സ്കൂളുകൾക്ക് മാതൃകയായി തീരണം എന്ന് ആശംസിക്കാനാണ് ഞാൻ രണ്ടാമതായി ഈ വേദിയെ ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, സാധാരണയായി സ്കൂളുകളിൽ അധ്യാപകരും പ്രഥമ അധ്യാപകരുമായി ഒരുപാട് പേര് വരാറുണ്ട്. വരുന്നവർക്ക് ആ സ്കൂളിനോട് ഒരു താല്പര്യമുണ്ട് എങ്കിൽ മാത്രമേ അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കത്തുള്ളൂ അല്ലേ? നിങ്ങൾ പോയി നിങ്ങളുടെ വീട്ടിൽ നാളെ 100 രൂപ പാവപ്പെട്ട കുട്ടികളെ സഹായിക്കാൻ തരണം എന്ന് പറഞ്ഞാൽ വീട്ടിലെല്ലാവരും ഉടനെ തരുവാങ്കളപ്പ തരമാട്ടാങ്ക അല്ലയാ? അപ്പം நீங்கள் என்ன செய்வீங்க? இன்னைக்கு போய் சொல்லுவீங்க, கிடைக்காது. நாளைக்கு சொல்லுவீங்க, கிடைக்காது. நாளை கழிஞ்சு அழ தொடங்குவீங்க இல்லையா? இப்போ அழுதா மட்டும்தான் நம்ம காரியங்களெல்லாம் சாதிக்கும். ஒரு தேவை அப்படின்னு வரும்போது அந்த தேவையை நிறைவேற்றுவதற்கு வேண்டி நிரந்தரமாக இடமிடுகவும், கலகிக்க வேண்டிய இடங்களில் கலகிக்கவும், கொஞ்சம் நம்ம ரைட்டுக்காக குரல் கொடுக்கவும் செஞ்சால் மட்டும்தான் நமக்கு இதெல்லாம் கிடைக்கும் இல்லையா? நான் இப்பயும் நினைவு கூறக்கூடிய நானும் ஸ்ரீ ST அப்படிங்கிறது நேற்று அன்னைக்கு தொடங்கின ஒரு பந்தங்கள் கிடையாது.
எஸ்டி எல்லாம் படித்து வேலைக்காக அது கல்யாணத்துக்கு முன்னாடியில் வந்து எங்களுக்கு தெரியும் ஒரு பின்னஸ் சொசைட்டின்னு நினைக்கிறேன். வண்டிப்பெரியாரில் செயல்படக்கூடிய ஒரு சொசைட்டி அதன் பாகமாக நின்னவங்க. இசிஎஸ். அப்போது அன்னையிலேருந்து தெரியும். அன்னையிலேருந்து ஒரு கூட்டாய்மை சங்கடிப்பிச்சு பாவப்பட்ட குழந்தைகளுக்கு படிக்கிறதுக்கு படித்து கழிஞ்சு அவங்க மேல் படிப்புக்காக எந்த காலேஜை நாடணும் அப்படிங்கிறதுக்கு எல்லாம் வழிகாட்டியாக இருந்த ஒரு சங்கடனையாக இசிஎஸ் அப்படிங்கிறது அப்போ இருந்து தெரியும். தலைமை ஆசிரியராக மூணாறுலேருந்து இங்கே வந்து பொறுப்பேற்றார். அதுக்கு முன்னாடி ஒரு தடவை நான் ப்ரெசிடெண்ட்டாக இருக்கும்போது அந்த கழுக்கோல் எல்லாம் விளைவிச்ச அன்னைக்கு மற்ற இந்த என்ன டீசல் பெட்ரோல் கையோயில் அடிச்சுன்னா நம்ம கழுக்கோலெல்லாம் போடுறது. கழுக்கோல் திரவிச்சிருந்தப்போ இதே மாதிரி தேவையாக இருந்தப்போ அதெல்லாம் மாற்றி நம்ம ஸ்கூலுக்கு மெயின்டெனன்ஸ் செய்து கொடுத்தோம். அன்றைக்கி யூபி ஸ்கூலு பஞ்சாயத்துக்குள்ள அதிகார பகுதியில் இல்லைன்னு ஃபண்டு கொடுக்கறதுலேருந்து அரசாங்கம் பின்வார சொல்லிட்டாங்க. அதுக்கு பிறகு கொடுக்கறது. அது கழிஞ்சு நான் ஒரு 3வது முறையாக பஞ்சாயத்து பிரசிடெண்டாக வந்தபோது தான் மூணாறுலேருந்து இங்கே வந்து தலைமை ஆசிரியராக பொறுப்பேற்றார். அப்போ இப்போ உங்களுக்கு எல்லா சௌகரியங்களும் கிடைக்கிது. நோட்புக் இல்லைன்னா நோட்புக் கிடைக்கிறதுக்கு நிறைய ஏஜென்சிகள் இருக்குது. உங்களுக்குள்ள கவனங்கிறது படிக்கிறதுல மட்டும்தான் இல்லையா? படிப்பு மட்டும் இல்லை, படிக்கணும், நல்ல மார்க் எடுக்கணும், நல்ல இடங்களுக்கு அரசு அதிகாரிகளாக பொது செயல் வீரர்களாக ஐஏஎஸ் ஐபிஎஸ் உட்பட டாக்டர் என்ஜினியர் எல்லா மேഖലയ്க்கும் போகணும். ஆனால் அடிப்படையாக இருக்க வேண்டிய குணத்திலிருந்து மாறக்கூடாது. நல்ல குழந்தையா, நல்ல மாணவனா, நல்ல மகளா, முதியவர்களுக்கு மரியாதையும் மதிப்பும் கொடுக்கக்கூடிய சமூக பொறுப்புள்ள சிந்தனையாளர்களாக மற்றவர்களுக்கு முன்மாதிரியாக செயல்படக்கூடியவர்களாக வளர்ந்து வருவதற்கு இந்த பள்ளிக்கூடத்தின் செயல்பாடுகள் உங்களுக்கு உறுதுணையாக மாற வேண்டும் என்றும் பிறருக்கு உதவி செய்யக்கூடிய மனப்பான்மை உள்ளவர்களாகவும் நீங்கள் மாற வேண்டும். இன்று உங்களுக்கு கிடைக்கக்கூடிய இந்த உதவி வரும் நாட்களில் மற்றவர்களுக்கு நீங்கள் அளிப்பதற்கு உறுதுணையாக அமைய வேண்டும் என மட்டும் மாற்றிக்கொண்டு இங்கு கலந்து கொண்ட அனைவருக்கும் எல்லா விதமான வாழ்த்துக்களையும் நன்றிகளையும் கூறிக்கொண்டு இந்த புத்தக விதன விழாவை துவக்கி வைத்ததாக அறிவித்துக் கொண்டு விடைபெறுகிறேன். வாழ்த்து. മാസ്റ്റർ, എൻ്റെ കൂട്ടുകാര്, ടീച്ചേഴ്സ് എല്ലാവരോടുള്ള സ്നേഹത്തെ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് സാറിനോട് കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചർമാർക്ക് ഒരു സല്യൂട്ട്. കാരണം ഒരു സ്കൂളിനെ ഏറ്റവും നന്നായി
മോട്ടിവേറ്റ് ചെയ്യുവാൻ നിങ്ങളുടെ ആ സംഭാവന, നിങ്ങളുടെ അധ്വാന ഫലത്തിൽ നിന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ബിസ്ക്കറ്റ് തിന്നേണ്ട, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും നല്ല കാര്യത്തിന് പ്രയോജനപ്പെടുത്തേണ്ടത് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് UP സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു. കുഞ്ഞുങ്ങളെ, ഒരു വൃക്ഷമായാലും അതിന് ഭയങ്കര ഒരു പ്രത്യാശയുണ്ട്. എന്താണെന്നറിയാമോ? അതിലൊത്തിരി ഫലങ്ങളുണ്ടാവും, ഒത്തിരി പഴങ്ങളുണ്ടാവും. അതിൽ നിന്നും ഒരു പഴം താഴെ വീഴുമ്പോൾ ആ വൃക്ഷം പറയും, ഞാൻ വളർന്നതിലധികമായി, ഞാൻ ഫലം കഴിക്കുന്നതിലധികമായി, ഞാൻ തണൽ കൊടുക്കുന്നതിലധികമായി, ഏതെല്ലാം വിധത്തിൽ എനിക്ക് എത്തിപ്പെടാൻ കഴിയാത്ത മേഖലകളിൽ നിങ്ങൾ എത്തണമെന്ന് ആശംസിച്ചോണ്ട് ഒരു പഴത്തോട് താഴോട്ട് വീഴാൻ പറയുന്നത് പിറകു പോകുന്നു. അതേപോലെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഞങ്ങളിത് കാണിക്കുന്നതിന്റെ അധികമായ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വേദിയിൽ കടന്നു വന്ന എല്ലാവരോടും നന്ദി, സ്നേഹത്തെ അറിയിക്കുന്നു. ശിഷ്യർ എനിക്ക് എന്റെ കൂട്ടുകാരുണ്ട്, ഞങ്ങൾ ഒന്നിച്ച് ഈ സ്കൂളിൽ ഏറ്റവും കൂടുതൽ അടിച്ച് കളിച്ച് വളർന്നതാണ്. ഞാനിങ്ങനെ ഓർക്കുക, ഞങ്ങളുടെ ആരോഗ്യത്തിന്റെ പകുതി രഹസ്യം ഈ കയറ്റം അന്ന് കയറി വന്ന, ഇന്നിപ്പോൾ നോക്കുമ്പോൾ കയറ്റമൊക്കെ ചെറുതായിട്ട് തോന്നുന്നത്, അന്ന് ഇവിടുന്ന് കയറി വരുന്ന ഹൈസ്കൂൾ വരെ പഠിക്കുമ്പോൾ നടന്നു പോകണം, ഈ 6 കിലോമീറ്റർ നടന്നു പോകണം. അതിന്റെ ആരോഗ്യമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിനകത്ത് കാണുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഈ വിദ്യാലയം ഞങ്ങൾക്ക് തന്ന എല്ലാ കരുതലുകളും ഈ വിദ്യാലയ സമയത്ത് ഞങ്ങളെ കൈപിടിച്ചത്, ഞങ്ങളെ ഇവിടുത്തെ അധ്യാപകര, പ്രത്യേകിച്ച് ഇവിടെ ഒരു ഹരികര സാറുണ്ട്. അസാറിനെ ഞങ്ങൾ ഓർക്കുക, ഹരികര സാറുണ്ട്. UP മറക്കാൻ കഴിയാത്ത ഒരു സാറാണ് ജോർജ് ജോൺ സാർ. റൂം ഈ ഇടയ്ക്ക് ആ കണ്ണ് കാണാത്ത കുട്ടികൾ സാർ എന്നാലും പ്രത്യേക അഭിനന്ദനം. ഞാൻ ഒത്തിരി നാൾ കൂടി ഇവിടെ കയറുന്നു. പ്രത്യേക അഭിനന്ദനം പറയാതിരിക്കാൻ പറ്റില്ല. സാറിൻ്റെ എഫേർട്ട് ഭയങ്കര പ്രത്യേക നമ്മുടെ ഇതിൻ്റെ കോളേജ് കേസ് വരുമ്പോഴൊക്കെ ഞാൻ എന്തെങ്കിലും കോൺസെപ്റ്റ് തരാം. നമ്മുടെ നേരമല്ലേ കൊടുത്തിരിക്കുന്നത്.